ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡ് ആയിട്ട് ഞങ്ങൾ നേരെ പോയത് മാൾ ഓഫ് ഒമാനിലേക്കായിരുന്നു. ഒമാനിൽ തന്നെ അത്യാവശ്യം വലിയൊരു മാളാണ് മാൾ ഓഫ് ഒമാൻ. ഓണമൊക്കെ ആയിട്ട് ഞങ്ങളൊരു ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ മാളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒട്ടുമിക്ക ഷോപ്പിലും നല്ല കിടിലൻ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന സ്പ്ലാഷിലെ കളക്ഷൻസ് ആണ്. കാഷ്വൽ വെയേഴ്സിനാണെങ്കിലും പാർട്ടി വെയേഴ്സിനൊക്കെ ആണെങ്കിലും നല്ല കിടിലൻ കളക്ഷൻസ് ആണ് സ്പ്ലാഷിലുള്ളത്. പാർട്ടി വെയേഴ്സിനൊക്കെ ഇതിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. കാരണം നമ്മളൊരു പാർട്ടിയിൽ പോകുമെങ്കിൽ നമുക്ക് തന്നെ അവിടെ സ്റ്റാറായിട്ട് നിൽക്കാൻ പറ്റും. അത്രത്തോളം നല്ല കിടിലൻ കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് R&Bയിലേക്കാണ്. R&Bയിലും ഉണ്ടായിരുന്നു നല്ല ഓഫറും അതേപോലെ തന്നെ നല്ല കളക്ഷൻസും. അങ്ങനെ അവിടെയൊക്കെ കുറേ നേരം ചുറ്റിക്കറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പോയത് ക്യാരിഫോറിലേക്കാണ്. ക്യാരിഫോറിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് സംഭവമൊക്കെ പർച്ചേസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ ഈ കാണുന്ന ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഞാനിതുവരെ കണ്ടിട്ടില്ല ഈ ഒരു ഫ്രൂട്ട്. നിറച്ച് മുള്ളൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ കുത്തി കയറി, പൂക്കളുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷം കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചു. ചിപ്സൊക്കെ വാങ്ങിച്ച ശേഷം ബില്ലൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് റെഡ് ടാഗിലേക്കാണ്. റെഡ് ടാഗിൽ പോയാണ് ഞങ്ങൾ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു മന്തി കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളുടെ ഫേവറേറ്റ് കടയുണ്ട് ഒമാനിൽ തന്നെ, അൽഗോബ്രയിലുള്ള ഒരു ഫേവറേറ്റ് ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങളൊരു മന്തിയൊക്കെ കഴിച്ചു. അപ്പം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. താങ്ക്